പണ്ട് അപ്പോൾ 2000 വർഷം മുമ്പാണെങ്കിലും അപ്പോൾ ഈ എന്താ പറയുക, വിഡ്ഢി വിഡ്ഢി റോമൻ കാത്തലിക്ക് ഞാൻ എന്താ പറയുകയാണ്, അത് ആൻറ്റി ക്രൈസ്റ്റ് തന്നെയാണ്. ആൻറ്റി ക്രൈസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അത് പെട്ടെന്ന് തന്നെ പൊലിയും എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത്ര നേരം ഉറങ്ങിയില്ലെങ്കിലും എനിക്കൊരു എനർജിയാണ്. എന്ത് കാഴ്ച കണ്ടാലും പിന്നെ ജോലി തുടരുകയാണെങ്കിലും എനിക്ക് ജസ്റ്റ് 1 മിനിറ്റിൻ്റെ ഉറക്കം ഉണ്ടായാലും അത് മതി, അത് അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത്രയ്ക്ക് എനർജിയിൽ സംസാരിക്കും. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരില്ല, അത് വ്യത്യാസമുണ്ട്. ദേഷ്യം വരണവരും കുട്ടുക കഴിച്ച് ബീഡി വലിച്ച് നടക്കണവരും ജീവനുള്ള ദൈവത്തിന് ബൈബിൾ തന്നെ എഴുതിച്ചിട്ടുണ്ട്. ബൈബിൾ മുഴുവനാക്കി വായിക്കാണ്ട് നിങ്ങൾ തമ്മിൽ തമ്മിൽ കുഴിച്ചടിച്ചിട്ട് കാര്യമില്ല. ബൈബിൾ ജീവനുള്ള ദൈവം ദേശത്തിന് ദേഷ്യം കാണിക്കാൻ കുറച്ച് പിന്നോക്കമാണ്. ജീവനുള്ള ദൈവം ദേഷ്യം കാണിക്കാൻ പിന്നോക്കമായിരിക്കും എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് പറഞ്ഞാണ്. എന്താണെന്ന് വെച്ചാൽ പക്ഷേ എന്തെങ്കിലും പിഡിത്തം നിങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അരോചകമായിരിക്കും. ജീവനില്ലാത്ത ആരാധിക്കുക, ആ അരോചകം എന്താണ്, സമയത്തിന് കിട്ടേണ്ട സമയത്ത് കിട്ടിയിരിക്കും എന്ന്, എരന്ന് കൂട്ടി വാങ്ങിയിരിക്കും എന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ സാക്രിഫൈസ്, ഈ ഫ്രെയിൽറ്റി സ്വന്തം സാക്രിഫൈസ് ചെയ്ത് അത് ദേഷ്യം കാണിക്കാൻ കുറച്ച് ദേഷ്യം പെട്ടെന്ന് കാണിക്കില്ലാന്ന്, എന്നാലും കാണിക്കും. പക്ഷെ അത് എന്ന് പറയാം നല്ലതിന് വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ നാശത്തിന് വേണ്ടിയായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ദേഷ്യമല്ല അത്. അപ്പോൾ പിന്നെ എന്താ പറയുക, അപ്പോൾ അങ്ങനെ ദേഷ്യം കാണിക്കണവർ കണ്ട മനസ്സിലാവും. ജീവനില്ലാത്ത വിഗ്രഹാരാധനയും പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അതന്നെ ചെയ്തിട്ട് വിലയില്ലാണ്ട് ഒരു ദിവസം 3 ഞാൻ ഒരു കുർബാന ഉണ്ടെന്നാണ് വിചാരിച്ചുള്ളൂ ജീവനില്ലാത്തത്. അപ്പോൾ ഇത് 3 ഒരു ദിവസം 3 സൺഡേയിൽ 5. അപ്പോൾ വിലയില്ലാണ്ട് ചെയ്യണ എത്ര അർത്ഥമുണ്ട്. വിലയില്ലാണ്ട് ജീവനകത്ത് വിഗ്രഹങ്ങളൊക്കെ ആരാധിക്കണതിൽ കന്യക എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു, കന്യക എന്ന് പറഞ്ഞാൽ ആ ഒരു നിമിത്തമാണ് അത് പറയാം. അത് കഴിഞ്ഞിട്ട് മക്കളുണ്ടായില്ല, അതുകൊണ്ട് ആരാധിക്കാൻ പാടില്ല. നശ്വരമായ സ്ത്രീകളെയും നശ്വരമായ മനുഷ്യരെയും ഹ്യൂമൻസിനെയും മൃഗങ്ങളെയും എലീനെയും ഉറുമ്പിനെയും കുതിരേനെയും ആനകളെ ആരാധിക്കണവരാണ് കാണുന്നത്. ആനയ്ക്ക് ഈ മഞ്ഞൾപ്പൊടി മോളിക്കോടെ ഒഴിച്ച വെഡിത്തല്ല നിങ്ങൾ കാണിക്കുന്നത്. തമ്മിൽ കുഴി ചാടിക്കണം, തമ്മിൽ വെഡിത്തം മോദി കൊടുക്കാണ്ട് വിവരമുള്ള സ്വന്തം കൂട്ടുകാർക്കും സ്വന്തം ഭാര്യ ഭർത്താവും തമ്മിൽ കുഴി ചാടിച്ച് അവർ അരുന്നൂട്ടി വാങ്ങുമ്പോൾ അവർ തൂറ്റളക്കും എടുത്ത് ടോയ്ലറ്റിൽ കളയേണ്ട അവസ്ഥ ഉണ്ടാക്കാണ്ട്, ശോഷിച്ച അവസ്ഥ ഉണ്ടാക്കാണ്ട് വെഡിത്തം പറയാണ്ട് വിവരം മോദി കൊടുക്കാൻ നോക്ക്. ജിജോ ബിജോ ഗിജോ റിജോ ആരുടെ പോണ വഴിയാണ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഏത് വഴിക്കോടേക്കാണ് ജോലിക്ക് പോകണേ, എന്തൊക്കെയാണ് കാണണേ, എന്തൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നടക്കണേ. അത് മനസ്സിലാക്കും. നടക്കല്ലേ, ഞാൻ ചടഞ്ഞുകൂടി ഇരിക്കണില്ലല്ലോ. ചെയ്യണ്ട് ലവ് വീഡിയോസ് കണ്ടാലും എന്ത് ചെയ്താലും എന്ത് സഹകരിച്ചാലും എന്ത് ചെയ്താലും ഞാൻ അതിൽ കുറ്റം പറിച്ചില്ല. ഗുഡ്ക അതാണ് വ്യത്യാസം. അന്ന് തുടങ്ങിയിട്ട് 30 വർഷം ഗുഡ്കിയും മൂക്കിപ്പൊടിയും വലിച്ച് കുടിച്ച് നടന്നിട്ട് ഈ പറഞ്ഞിട്ട് അടുത്ത 30 വർഷം പറഞ്ഞ് കുടിച്ചിലൊക്കെ കെട്ട് കുടിച്ച് നടന്നാലും അഞ്ച് പറയണതിന് വില ഉണ്ടാവില്ല. അപ്പോൾ അത് വ്യത്യാസം. പിന്നെ മനുഷ്യനായിട്ട് ജീവിച്ച് കാണിക്കേണ്ട യേശുവാണ്. അപ്പോൾ ഞാൻ പറയാം, പണ്ട് മറിയം എന്ന് പറയുന്നത് കന്യകയെന്നാണ് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞ യേശു. അത് കറക്റ്റാണ്, കന്യകയെന്ന് പറയണേ. അല്ലാണ്ട് കുറേ മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് അവസാനമല്ല യേശു ജനിച്ചേക്കണേ. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ആരാധിക്കാൻ നടക്കണം. അപ്പോൾ മനസ്സിലായി. അപ്പോൾ പറയാം കന്യകയെന്ന് ഉണ്ടായിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പറയണേ, അല്ലാണ്ട് വൃദ്ധിയായി. അതിൽ കൂടെ തന്നെ നല്ല അടുത്തടുത്തിട്ടുണ്ട് എലിസബത്ത്, ഇവരുടെ കസിൻ എലിസബത്ത് വൃദ്ധകാലത്ത് ഗർഭിണിയായിരുന്നു. ആദ്യം ജോൺ ജനിച്ചിട്ടാണ് യേശു ജനിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ ജനിച്ചിട്ടാണ്. അപ്പം കന്യക, അതുകൊണ്ട് കന്യകനെ ആരാധിക്കേണ്ട കാര്യമില്ല. കന്യകയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കടിഞ്ഞൂൽ പ്രസവമാണെന്ന് കാണിക്കാനാണ് പറഞ്ഞാണേ, അല്ലാണ്ട് പോയി ആരാധിക്കണം എന്നല്ല പറഞ്ഞാണേ. അതാണ് വിവരമില്ലായ്മ. നിങ്ങൾക്ക് സ്ക്രൂ ഫിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ എക്സ്ട്രാ സ്ക്രൂ ഇനിയും ഫിറ്റ് ചെയ്യണം എന്നുള്ള പോലെ കാണിച്ചുകൊണ്ടിരിക്കണം, ടൈറ്റ് ചെയ്യണം എന്നുള്ള പോലെ. അപ്പോൾ അത് ബ്രെയിനും ബുദ്ധിയൊക്കെ ഉണ്ടാകാൻ ഉപയോഗിക്കാൻ പഠിക്കുക. സ്വന്തം തന്തയുടെ തലയുടെ റീറ്റാർഡ് നേച്ചർ അതേപടി അനുകരിക്കാണ്ട് ഈ കുമ്മുട്ടിയും കോഹലാലും ഷൂർഖാനും ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കണേ. ഈ പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ വിലയിലാണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നന്നായിട്ട് എഴുതിച്ചിട്ടുണ്ട്. അപ്പോൾ പാതിരികളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് മരണാന്തര ചടങ്ങുകൾ ചെയ്തിട്ട് അതിൻ്റെ വായിച്ചിട്ട് വളിഞ്ഞ മോന്ത, ഒരു കുരുട്ട് മോന്ത ഉണ്ട്, ഈ വിടർന്ന മോന്ത കൂടിയല്ല, ആ കുരുട്ട മോന്ത കൊണ്ട് ഈ വെഡ്ഡി ക്യാമറയുടെ 120 വർഷം മുമ്പ് കണ്ടുപിടിച്ച വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ പ്രൂഫാക്കി വെച്ചിരിക്കുക, വെഡ്ഡി പ്രൂഫാക്കി. അപ്പോൾ എന്നിട്ട് ഈ കുമ്മുട്ടി കൂർക്കാൻ ഈ ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിച്ച് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ വളിഞ്ഞ മോന്ത സംസാര രീതി, അവരുടെ വൃത്തികെട്ട ഒരു ടോണുണ്ട്, അത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പറഞ്ഞിട്ട് വരാണ് അവരുടെ ടോൺ.
അപ്പോൾ അത് മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മരിച്ച് പറയുമ്പോൾ വെഡിത്തത്തിൽ നടക്കണവരെയാണ് മരിച്ചവരെന്ന് പറയണത്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തമ്മിൽ വെഡിത്തം മാറ്റാനുള്ള സദ്വചനങ്ങൾ തമ്മിൽ പറഞ്ഞു കൊടുക്കുക. ആ വെഡിത്തത്തിൽ മാറ്റുക. സ്വന്തം തലയുടെ റീട്ടാർഡ് നേച്ചർ അത് അനുകരിച്ച് സ്പൂൺ ഫീഡിങ് ആ തെറ്റാണ് മനസ്സിലാക്കി അതൊന്ന് മാറി ഇതിലേക്ക് മാറുക. അപ്പോൾ നിങ്ങൾക്ക് മലയാളമൊക്കെ അറിയുന്നതാണല്ലോ, നിങ്ങളിത് പറയുമോ? തമ്മിൽ കുഴി ചാടിക്കല്ലാണ്ട് റെസ്പെക്റ്റ് തമ്മിലില്ല ഞങ്ങൾക്ക്. ഭാര്യ ഭർത്താവിന് കുഴി ചാടിക്കണു, ഭർത്താവ് ഭാര്യനെ കുഴി ചാടിക്കണു, കൂട്ടുകാർ തമ്മിൽ കുഴി ചാടിക്കണു, കുരുട്ടുമോന്തയാണെങ്കിലും ചാണകമോന്തയാണെങ്കിലും പറഞ്ഞ് ശരിയല്ലേ? ഞാൻ ഇതിൽ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞ ശോഷിച്ച വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ ബിജോ റിജോ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെറുപ്പത്തിൽ മുമ്പിൽ നടന്ന സമയത്ത് നിങ്ങൾ മക്കളറിയട്ടെ നിങ്ങൾ ഉമ്പമാരും കുണ്ടന്മാരാന്ന് ഞാനങ്ങനെ വാക്കുകൾ പറഞ്ഞു. ഇത് സംപ്രേഷണം ചെയ്യണം കുഴപ്പമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ആരെക്കുറിച്ചും താഴ്ത്തിയും പറഞ്ഞിട്ട് പൊക്കി പറഞ്ഞിട്ടില്ലേ. പൂർണ്ണ അറിവോടെ എന്തെങ്കിലും അല്ലാണെന്നൊക്കെ പറയാൻ ശ്രമിക്കുക. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ലേ, ഇപ്പം അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല. എൻ്റെ മുഖത്ത് എന്ത് 21 ബെഡ് റെസ്റ്റ് ആയാലും കൾപ്രിറ്റിനെ ആണെങ്കിലും അല്ലെങ്കിൽ പരീക്ഷ തോറ്റാലും എന്തായാലും അപ്പോൾ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള മുഖത്ത് നോക്കി സംസാരിക്കും. ഇതാണ് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തോന്നി ഞാൻ തുറന്നു പോകുന്നത് നോക്കിയൊക്കെ നിങ്ങൾ തുറന്നു പോകുന്നതൊക്കെ ഞാൻ നിൻ്റെ അടിക്കുന്നത് നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള ദേഷ്യം വരാണ്ട പറയണേ. അപ്പോൾ എനിക്കറിയാം ഞാൻ ജയിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇളിഞ്ഞ് വളഞ്ഞ് തിരിഞ്ഞ് പോകുമ്പോൾ ഇതന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ പ്രൂഫുള്ള എങ്ങനെ കാണിക്കാനായിട്ട്? അപ്പോൾ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് കാണിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോ നിങ്ങൾക്ക്? തമ്മിൽ കുഴി ചാടിക്കാനാണ്. അതുകൊണ്ട് ഞാൻ പറയണേ, ഈ മറിയം പറഞ്ഞത് മറിയം നിങ്ങൾ ശോഷിച്ച വാക്കുകൾ പറയുമ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കി അങ്ങനെ ചോദിക്കേണ്ട രീതിയിലാണ് ചോദിക്കേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ചോദിക്കേണ്ടാത്ത രീതിയിൽ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കുന്നു. എത്ര ഉറങ്ങി 12 മണിക്ക് ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ ഫുൾ ഉണർവോടെ ഇരിക്കണേ. ജീവനുള്ള ദൈവത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മയങ്ങുകയില്ലെന്ന്. മയങ്ങിയാലും അത് മയങ്ങിയ പോലെയല്ല, അത് ഉണർവിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ നിങ്ങൾ ബൈബിളൊക്കെ കയ്യിൽ വെച്ചിട്ട് ഇത് പൂർണ്ണം വായിച്ച് കണ്ടറിയാത്തവരെ ഇങ്ങനെ കേട്ടാൽ മനസ്സിലാക്കാനാണ് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക അതിനെക്കുറിച്ച്. അപ്പോൾ മറിയം എന്ന് പറയുന്നത് കന്യകയെന്ന് പിറന്നു പറയാം. അത് റോമൻസിൻ്റെ കാലത്ത്, അന്ന് ഈജിപ്ഷ്യൻസിൻ്റെ കാലത്തുള്ള അടിമത്തത്തിൽ പോലെയല്ല. ഈജിപ്ഷ്യൻസിൻ്റെ കാലത്തെ അടിമത്തത്തിൽ അവർക്ക് അങ്ങനെ സംഭവമൊന്നുമില്ല. പക്ഷേ ഇവർ ആകെ കൂട്ടത്തോടെ താമസിക്കണേ. അവർക്ക് സമയത്ത് ഭക്ഷണം കിട്ടില്ല, വെള്ളം കിട്ടില്ല. തമിഴിൽ ഇങ്ങനെ കൂട്ടത്തോടെ എന്താ പറയുക, ഇങ്ങനെ അടിമകൾ എന്ന് പറഞ്ഞാൽ പണിയെടുപ്പിക്കുക അങ്ങനത്തെ ഒക്കെ ഇതിൽ നടക്കണേ. പക്ഷെ റോമൻസ് വന്നപ്പോൾ എങ്ങനെയാണ്? റോമൻസിൻ്റെ കാലത്ത് എങ്ങനെയാണ്? അവിടേക്ക് അവിടെ ഒരു സൂചന പറയണ്ട. അവിടെ എന്താ, അവിടെ നിങ്ങൾ ഇവിടെ നിന്ന് വിട്ട് വേറെ വിദേശത്തേക്ക് മാറണം ഈ ജനനം നടക്കുന്ന സമയത്ത്, യേശുവിടെ ജനന സമയത്ത്. അപ്പോൾ അവർ സ്വന്തമായിട്ട് അവിടെ ഇവിടെയും വീടുകളുണ്ട്. സ്വന്തമായിട്ട് വീട് നല്ല ഒരു അന്നത്തെ കാലത്ത് നല്ല കല്ലുമാണ്, റെഡ് സാൻഡ് സ്റ്റോൺ ആണെന്ന് തോന്നുന്നു. അങ്ങനത്തെ കല്ല് കെട്ടിയിട്ടുള്ള വീടുകളും ഷോപ്സും മാർക്കറ്റും അങ്ങനെയുള്ള ഒരു സംപ്രേഷണം ചെയ്യാനുള്ള അവരുടെ കഴിവുകൾ സംപ്രേഷണം ചെയ്യാനുള്ള ഓഡിറ്റോറിയം അതൊക്കെ എല്ലാം ഉണ്ട്. ആ സമയത്താണ് റോമൻസ് അവിടെ ഭരിക്കണവർ. അപ്പോൾ റോമൻസ് സ്ത്രീകളായിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ആകർഷണം എന്തെങ്കിലും ഉണ്ടായി അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഔസപിതാവിൻ്റെ പ്രത്യേകത എന്താ? ബാക്കിയുള്ള വെഡ്ഡികൾ മറിയത്തിനെ ഉപേക്ഷിച്ചപ്പോൾ ഔസപിതാവ് വിശ്വാസത്തിൻ്റെ പേരിൽ സ്വീകരിച്ചു. അതിലാണ് വിശ്വാസത്തിൻ്റെ കാര്യം പറയുന്നത്, കൃപ എന്ന് പറയണത്. നിന്റെ ഹിതം പോലെ എൻ്റെ ആവട്ടെ എന്നൊക്കെ പറയുന്നത് മറിയം അതാണ്. പക്ഷെ മറിയത്തെ ആരാധിക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ലേ. കന്യകയെന്ന് ജനിച്ചതെന്നുള്ള പറയണത് കടിഞ്ഞൂൽ പുത്രനാണ്. അതുകൊണ്ട് അതിനായിട്ട് കുറേ മക്കളെ ജനിച്ചു, വെറുതെ ആയിട്ട് കുറേ മക്കളെ ജനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടല്ല ഉണ്ടായിരിക്കണേ. അങ്ങനെയല്ല, അപ്പം തന്നെ പെട്ടെന്ന് ഉണ്ടായി. പിന്നെ ഔസപിതാവിന് പിന്നെയും മക്കളുണ്ടാവുന്നുണ്ട് മറിയത്തിൽ നിന്ന്. ഒരു 7 ആൺമക്കളോ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ യേശു അത് കണ്ട് വളരാണ്. ഔസപിതാവ് വെച്ചാൽ വേറെ ഒരു കന്യകയെന്ന് അങ്ങനെ പിറന്നിട്ട് ഔസപിതാവിൻ്റെ കൂടെ. അപ്പോൾ ഈ കക്കോൾഡ് എന്നൊക്കെ പറയുന്ന രീതി കണ്ട് ഇപ്പോൾ യേശുവയ്ക്ക് അന്നൊരു ഇതുണ്ട്. യേശുവെ കണ്ട് ഒബ്സർവ് ചെയ്യാൻ കാണാൻ ഇഷ്ടമായിരിക്കും. അവരുടെ അനിയന്മാർ ചെറുപ്പത്തിലെ കുസൃതികൾ ചെയ്യുന്നതും. പക്ഷെ ഇവരങ്ങനെ ചെയ്യണില്ല. യേശുവയ്ക്ക് സീക്രട്ടായിട്ട് വല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? പക്ഷെ അങ്ങനെയല്ല, ആ രീതിയിലല്ല. ശോഷിച്ച വാക്കുകൾ ഉപയോഗിക്കണല്ലേ, അല്ലെങ്കിൽ ഗുഡ്ക്കും ബീഡിയും അന്നത്തെ ടൈപ്പ് ഗുഡ്ക്കും ബീഡിയും എല്ലാം ഉണ്ടാവും, ഹുക്കി അങ്ങനത്തെ എല്ലാം ഉണ്ടാവും. അതൊന്നും കഴിക്കണല്ലേ. സദ്വചനങ്ങളാണ് നാവിന്ന് പറയണത്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണത്. സമയത്തിന് എപ്പോൾ സംസാരിക്കണം എന്നുള്ളത്. അപ്പോൾ കണ്ടു നിൽക്കാനും അത് ലവ് വാച്ച് ചെയ്യാനും അത് ഷെയർ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അവർ ഭക്ഷണത്തിന് കൂടെ ഇരിക്കുമ്പോൾ പറയുന്നുണ്ട്, രാത്രി ഇരിക്കുമ്പോൾ നീ ഇപ്പോൾ ഇതൊക്കെ ഇതാ മരിച്ചു, അപ്പോൾ ഈ മരപ്പണി നീ നോക്കണ്ട, ഞങ്ങൾ നോക്കിയോളാം, നീ പുറത്തേക്കൊക്കെ ഇറങ്ങ്. അപ്പോൾ 30 വയസ്സ് കഴിഞ്ഞ് ബാപ്റ്റിസ്റ്റ് കഴിഞ്ഞിട്ടൊരു 3.5 വർഷം 3 into 6 7/2 എന്ന രീതിയിൽ പുറത്ത് ചെയ്തു. അപ്പോഴേക്കും അവർ യഹൂദിയർ അവർക്ക് മുതൽക്കൂട്ടാണ്, അവർ കശാപ്പ് ചെയ്തു. അതൊരു പറഞ്ഞു.
അപ്പോൾ പറയാം എനിക്ക് ഇപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ എല്ലാവരും സംസാരിച്ചിട്ടാണ് വിളിക്കാം, അതല്ല പറയണേ. ഇപ്പോൾ ഒരു എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെണ്ണ് ഇപ്പോൾ പുറത്ത് ഇപ്പോൾ മെഡിറ്ററേനിയനിലോ കാനഡയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഗൾഫിൽ എവിടെയെങ്കിലും കണ്ടുപിടിച്ച ഏത് നിറമായിക്കോട്ടെ, അവർക്ക് അങ്ങനെ ഒരു ലവിൽ ഒരു മക്കളുണ്ടാവും. പക്ഷേ അതിൽ ഞാൻ അവരുടെ കൂടെ നിന്ന് വേറെ എനിക്ക് അവിടെ പരിചയമില്ലാത്ത സ്ഥലം, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു 30 വർഷം ഭാര്യ ഭർത്ത ബന്ധത്തിൽ ചെന്ന് ഉൾച്ചേരേണ്ടി വരും. പക്ഷേ അതിലും ചിലപ്പോൾ 2 മക്കൾ ആൺമക്കളുണ്ടായിന്ന് വരും. പക്ഷെ എനിക്കത് വേണ്ട, എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഷെയറിങ് ആദ്യമേ വേണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ തന്നെ നിന്നാൽ മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഏത് പാസ്റ്ററാണെങ്കിൽ ഏതെങ്കിലും ചിലപ്പോൾ ഞാൻ അവരോട് വായ തുറന്ന് സംസാരിക്കണം എന്നില്ലേ. ഒരു സമയം വരുമ്പോഴല്ലേ ഒരു കാര്യം പറഞ്ഞ് അറിയിക്കുക, കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതൊരു സമയത്തിൽ നടക്കുമെന്ന് പറയണം. പിന്നെന്താ പറയുക, ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ എന്ത് പ്ലസിൽ എന്ത് രീതിയിൽ പറയണേ, ഇത് ദേഷ്യത്തിൽ പറയണേ. ഞാൻ പറഞ്ഞു പല രീതിയിൽ പറഞ്ഞ വ്യത്യാസം, എന്നിട്ട് നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റണല്ലേ. ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക് പൊലിയാൻ പോവാണ്, നിങ്ങൾ ഇപ്പോഴും ആൻറ്റി ക്രൈസ്റ്റ് സൂക്ഷിച്ച വാക്ക് പറഞ്ഞ് തമ്മിൽ വിവരം പറഞ്ഞു കൊടുക്കാണ്ട് വിഡിത്തം പറഞ്ഞു കൊടുക്കേണ്ടത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ജീവനില്ലാത്ത ആരാധിക്കുകയാണെങ്കിലും മരിച്ചവരെ ആരാധിക്കലും പ്രതിമകളെ ആരാധിക്കലും ഈ ചന്ദനത്തിരി കത്തിച്ച ഈ പ്രതിമകൾക്കും എല്ലാം യേശു കൊള്ളോ? അത് മനസ്സിലാക്കാൻ പഠിക്കുക. അവർ ജീവനില്ല, ജീവിച്ചിരിക്കുമ്പോഴാണ് തമ്മിൽ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് വളർന്നു വരുമ്പോഴാണ്. അപ്പോൾ ആൻറ്റി ക്രൈസ്റ്റ് ഒരു ശോഷിച്ച അവസ്ഥ നിങ്ങളുടെ റോമൻ കാത്തലിക്സ് കൂടി കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയണേ, ആ 66624 ഡാഡിയുടെ ബർത്ത്ഡേറ്റ്, റോമിൻ്റെ ബർത്ത്ഡേറ്റ് ആവശ്യമില്ല. അത് പോയി മൾട്ടിപ്ലിക്കേഷൻ 3×8 2000 ഉണ്ടായ പോലെ നാനിയുടെ റോസി മമ്മിയുടെയും ഡാഡിയുടെയും അമ്മയുടെ ഡെത്ത് ഡേയും ബർത്ത്ഡേയും 2000 1+2 3 എന്ന രീതിയിൽ 8×3 24 വന്നപ്പോൾ ഇത് പ്ലസ് ചെയ്യേണ്ട ആവശ്യമില്ല. 2+4 5 6 ആക്കേണ്ട ആവശ്യമില്ല. 666 അല്ല വരണേ. 2×4 8 2000 8 എന്നുള്ളത് കാണാണ്ടായി. വയസ്സ് ഇങ്ങനെ വരുമ്പോഴും 1 2 3 വരുമ്പോഴും ആ സമയത്തൊക്കെ എന്താ ഉണ്ടായെന്ന് പറയും, കച്ചിപ്പൂച്ച, ട്വിൻ ടൗൺസ്, സുനാമി, അതൊക്കെ പറഞ്ഞു. അത് തീർന്നു. ഇനിയിപ്പോഴും ഉണ്ടായി. നിങ്ങൾക്ക് അന്ന് മരിച്ചവരും പേരും വിലാസമില്ലാണ്ട് കുഴിച്ചിടണ രീതിയൊക്കെ ഉണ്ടായി. 2020 കഴിഞ്ഞ് 2021 22 വീണ്ടും 2024 അത് കൃത്യമായിട്ട് വരണം നമ്പർ അനുസരിച്ച്. 2×4 8 അന്ന് മാർച്ചിൽ നിലനിൽക്കുന്നുണ്ട്. 2×4 8 2×4 8 2×4 8 നിൽക്കുന്നുണ്ട്. 8 എന്ന് പറയുന്നത് യേശുവയുടെ ചിഹ്നമാണ്. ക്രിസ്ത്യൻ ന്യൂമറോളജിയിൽ പറയുന്നത് ഇരിക്കുന്നത് 8 എന്ന യേശുവിൻ്റെ 7 എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ നമ്പറാണ്. പിന്നെ 8 പോയിട്ട് കൊറോണ നിത്യജീവൻ കെട്ടുന്ന സമയത്ത് 999 യേശുവയുടെ നമ്പറാണ് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഈ വീട്ടു ജോലി രാജസ്ഥാനിൽ പോയി കൊടുങ്കാറ്റ് നിർത്തേണ്ട സമയമായി. അപ്പോൾ താനെ കണ്ട് 33 വയസ്സുള്ളപ്പോൾ ഞാൻ റിസൈൻ ചെയ്യുന്നത് 21/9/21 റിസൈൻ ചെയ്യുന്നത്. അത് മനസ്സിലാക്കാം. 1999 താലി ഇറങ്ങി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ചെന്ന് കണ്ട് ആ സിനിമ 2000 ഈ അമ്മാമയുടെ ഇതൊക്കെ അപ്പോൾ പിന്നെ അതൊക്കെ ഉണ്ടായി വരുന്നതും ഈ 9/9 27 + 1 28 ആണ്. ഈ 27 തന്നെയാണ് ഞാൻ റിസൈൻ ചെയ്യുന്ന ഡേറ്റ്. ബാംഗ്ലൂർ പോയിട്ട് 21/9/21, അതായത് ഇയറും അത് നോക്കുമ്പോൾ 21 എന്ന് പറയുന്നത് 9 എന്ന സമയമാണ്. 9 കിടക്കണേ. അപ്പോൾ 9×3 27. അത് മനസ്സിലാക്കാൻ പഠിക്കുക. എന്നുവെച്ചാൽ 27 എന്ന് പറയുന്നത് അന്ന് ഞാൻ എൻ്റെ അമ്മാമയുടെ ബർത്ത് ഡേറ്റും എൻ്റെ ബർത്ത് ഡേറ്റും 2000 ഉണ്ടായത്. പിന്നെ 27 അപ്പാപ്പ മരിച്ച ഡേറ്റും 2789 11 ഈ ഫേക്ക് ബർത്ത് ഡേറ്റ് ഷൂർഖാൻ്റെ അഫ്താബ് ഞങ്ങളുടെ പേര്. ഇവരുടെ വിഡിത്തം കൈയടിക്കാൻ പോകരുത്. 27 to 9/11 എന്ന രീതിയിൽ. നിമ്മിയുടെ 11 കഴിഞ്ഞിട്ട് 12 വയസ്സ് 12 + 9 21 കൂട്ടേണ്ട ആവശ്യമില്ല. 11 + 9 20 തന്നെയാണ്. 8 എന്ന സമയം ട്വിൻ ടവേഴ്സിന് എല്ലാവരും എടുത്ത് ചാടേണ്ടി വന്നത്. അതിൽ ഹിന്ദുസ് ഉണ്ട്, റോമൻ കാത്തലിക്സ് ഉണ്ട്, മുസ്ലിംസ് എല്ലാവരും കൂടി ചേർന്നാണ്. കുറേ പേര് ചാടി ചത്തു. കോണിപ്പടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാണ്ട് തീയിൽ മുങ്ങി ചത്തു. അതുപോലെ ഞാൻ സുനാമിയും അത് കഴിഞ്ഞ് കച്ചിപ്പൂച്ചൊക്കെ ഉണ്ടായത്. ട്വിൻ ടൗൺസിനെന്ന് വെച്ചാൽ ഗോവയിൽ ഫുൾ ട്വിൻ ടൗൺസ് കിടക്കണേ. അതിലൊരു ട്വിൻ ടൗൺസിലാണ് ഞാൻ വളർന്നത്, സാൻവർഡും കുറിച്ചോറും. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ അറിവുള്ള കാര്യങ്ങളാണ് വരാം. പിന്നെ ഇപ്പോൾ ഒരു ലാംഗ്വേജിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഇംഗ്ലീഷ് എനിക്ക് മലയാളികളോട് ഇങ്ങനെ ഫ്ലുവൻ്റ് സംസാരിക്കാൻ പറ്റില്ല. ഹിന്ദി ആണെങ്കിലും അരമൈക്കിൻ്റെ ലാംഗ്വേജിന് വ്യത്യാസമുണ്ട്. അത് പോയി മറിഞ്ഞ ലാംഗ്വേജാണ്. അതിൽ നിന്നാണ് ഹീബ്രു ലാംഗ്വേജ് വന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും വാസ്തവം ഒരിക്കൽ എല്ലായിടത്തും ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് സുസ്ഥാപിതമായിട്ട് അവിടെ ഇവിടെയും
കൂട്ടം കൂട്ടായിട്ട് സമാധാനം ജീവിക്കേണ്ട യഹൂദിയർ. അപ്പോൾ വെസ്റ്റേൺ ആൾക്കാരോടാണ് എനിക്ക് ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് വരും. ഏത് വെസ്റ്റേൺ സ്ത്രീ ആയിക്കോട്ടെ, ഏത് ആഫ്രിക്കൻ, ഏത് വെസ്റ്റേൺ, ഏത് രീതിയിലുള്ള ആണെങ്കിൽ അവരോട് പെട്ടെന്ന് ഫ്ലുവൻ്റ് ആയിട്ട് വരും. അവരുടെ രീതിയിലുള്ള സംസാര രീതി എനിക്ക് കൈവരിക്കാൻ പറ്റും. ആ രീതിയിൽ എനിക്ക് തിരിച്ച് സംസാരിക്കാൻ പറ്റും. അത് നിങ്ങൾ കുറേ പ്രൂഫായിട്ട് കണ്ടതാണ്. ഫോണിൽ കൂടെ സംസാരിക്കുമ്പോഴും ഒരു 2 മണിക്കൂർ സംസാരിച്ചപ്പോഴും നല്ല ഫ്ലുവൻ്റ് ആയിട്ട് അവരോട് ഇംഗ്ലീഷ് സംസാരിച്ചത്. അവർ പറയണത് കേൾക്കണില്ലെങ്കിലും അത് പറഞ്ഞ് പാടാൻ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. പക്ഷേ ഇതന്നെ മലയാളികളോട് എനിക്ക് മലയാളം പറയാൻ പറ്റുള്ളൂ. മലയാളികളോട് ഇങ്ങനെ ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കാൻ പറ്റും. ഹിന്ദി ഞാൻ പറയണില്ലെന്ന് പറഞ്ഞു, അത് വേറെ കാര്യം. ഹിന്ദിക്കാരോട് ഞാൻ ഇംഗ്ലീഷും ഹിന്ദി സംസാരിക്കണില്ലേ, അപ്പോൾ അത് വ്യത്യാസം. അപ്പോൾ അത്രേ ഉള്ള കാര്യം. അപ്പോൾ ഇന്നത്തേക്കുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ അത്ര. അപ്പോൾ മലയാളികളോട് മലയാളമല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അത് ചോദിച്ച് വരണം, പറയണത്. അല്ലാണ്ട് വെറുതെ ചെന്ന് പറയണോ വേണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ പാതിരികളോട് പറഞ്ഞിട്ട് ബോധിപ്പിച്ചിട്ട് കാര്യമില്ല. പാതിരികൾ അതേ വിഡ്ഢിത്തം വീണ്ടും തുടരും. പാതിരികൾ പറയും, നിങ്ങൾ വിഡ്ഢിത്തം പറഞ്ഞു കൊടുക്കാണ്ട് വിവരമുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പഠിക്കും. ഈ ജീവനില്ലാത്ത വിഡ്ഢിത്തം ആരാധനയും പാതിരികൾ വിലയില്ലാണ്ട് റിപ്പീറ്റ് ചെയ്യണതും അവർ പറഞ്ഞ് തമ്മിൽ ആൻറ്റി ക്രൈസ്റ്റ് പോലെ ആക്കി വെച്ചേക്കാണ്. ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവണല്ലേ, തമ്മിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ് ശോഷിച്ചാവസ്ഥ. അപ്പോൾ പാതിരികളോട് തമ്മിൽ എന്ത് പറഞ്ഞു കൊടുത്താൽ അവർ അതേപടി ഇതന്നെ പറയേണ്ട സമയത്തല്ല പറയുള്ളൂ. അല്ലെങ്കിൽ പറയേണ്ടാത്ത രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് മുഖം കണ്ടാൽ പറയേണ്ട രീതിയല്ല. ഞാൻ അവരുടെ ഡീറ്റെയിൽസൊക്കെ നോക്കി ഇപ്പോൾ കുര്യേശ്വരാണെങ്കിലും നമുക്കൊരു പറയേണ്ട ആൾ ഇങ്ങനെ പറയേണ്ടത് തോന്നി നടന്നിട്ടാണ് പറയേണ്ടത്. ഇത് ഉയരം കുറഞ്ഞതാണെന്ന് കണ്ടാൽ മനസ്സിലാവും. അവരോട് പറയേണ്ട രീതി വരില്ല, ഇങ്ങനെ വരില്ല, നടന്നു പറയാം. അപ്പോൾ അവർ പറഞ്ഞാൽ അവർ അടുത്ത ഈ സെയിം തന്നെ അവരുടെ ജോലി പോകുമെന്ന് പേടിച്ചിട്ട് അവർ വെറുതെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെ തുടരും. വിലയില്ലാത്ത റിപ്പീറ്റഡ് കുർബാനയും ജീവനില്ലാത്ത. മഴക്കാലമാണ് മെയിനായിട്ട്, പുറത്ത് പ്രസംഗിക്കണ രീതിയല്ല അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ. അപ്പോൾ അങ്ങനെ ശബ്ദം വരില്ല. പറയേണ്ടാത്ത രീതിയിൽ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വിഡ്ഢികളെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ആൻറ്റി ക്രൈസ്റ്റ് വിഡ്ഢികളോട് പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ പറയണത് മഹാത്മ്യാന്ന് വിചാരിച്ചാൽ ഏറ്റവും ഉള്ള വേ ആണ് യേശുവെ സ്വീകരിച്ചത്. യേശുവയ്ക്ക് അന്ന് ടെക്നോളജി ഒന്നും ഇല്ല. അപ്പോൾ മലമുകളിൽ ചെന്ന് അല്ലെങ്കിൽ റൂമിൻ്റെ ഉള്ളിൽ ചെന്ന് മുകളിൽ ചെന്നാൽ റൂമിലൊന്നും ഒരു സ്പേസ് ഇല്ല. എല്ലാവരോടായിട്ട് പുരുഷാരെന്ന് പറയുന്നുണ്ട് ബൈബിളിൽ. അവരോട് മലമുകളിൽ നിന്ന് ഹൈറ്റിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു വുൾഫ് എന്ന് മലമുകളിൽ നിന്ന് എന്തിനെ കൂവണേ, അല്ലെങ്കിൽ ലയൺ ഒരു മലമുകളിൽ നിന്ന് എന്തിനെ റോറ് ചെയ്യണേ. അതുപോലെ തന്നെയാണ് എല്ലാവരോടും പ്രസംഗിക്കുമ്പോൾ ആ കാറ്റും എല്ലാം കൂടി വരുമ്പോൾ ആ ശബ്ദം ഇങ്ങനെ എല്ലാ കാതുകളും ചെവിയിലും കേൾക്കാൻ പറ്റും. അപ്പോൾ ആ രീതി ഈസി വേ ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും നമ്മൾ സംസാരിക്കാൻ ഒരുമ്പെട്ടാണെങ്കിലും അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്തിനാണ് ഈസി വേ തിരഞ്ഞെടുക്കണേ, എന്താ കാര്യം. അപ്പോൾ അതന്നെ ഈ വീട്ടിൽ തന്നെ തുടരാൻ വേണ്ടി നമ്മൾ പറയേണ്ട കാര്യമുണ്ട്. അപ്പോൾ അത് പറയേണ്ടാത്ത രീതിയിൽ പറയേണ്ട ആവശ്യമില്ല. പറയേണ്ട രീതി എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെച്ചാൽ അങ്ങനെ ചേഞ്ച് ആവേണ്ട പറയാൻ തോന്നുന്നവരോടാണ് പറയേണ്ടത്. അല്ലാണ്ട് നമുക്ക് തോന്നിയുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണെങ്കിൽ അവർ ഒരു ലഘു എന്താ പറയുക, ഒരു ഇതില്ലാത്ത പോലെ ആക്കുകയാണെങ്കിൽ വീണ്ടും വെഡിത്ത റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് ഒരു മനസ്സിലാകാം. അങ്ങനെ അവർ ഒരുപെട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയാത്തത്.